ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു റെസിപ്പി കണ്ടാലോ. അതിനാവശ്യമായത് സോയാബീൻ മക്രോണിയാണ് കേട്ടോ. നമുക്ക് ആദ്യം സോയാബീൻ ഒന്ന് പൊരിച്ചെടുക്കാം. സോയാബീന് കുറച്ച് നേരം ഞാൻ വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ സോയാബീൻ ആയതുകൊണ്ട് ഞാനൊന്ന് കഷ്ണങ്ങളാക്കിയിട്ടുണ്ടായിരുന്നേ. നമുക്ക് അതൊന്ന് പൊരിച്ചെടുത്താലോ. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും ഇട്ട് നമ്മൾ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഈ സോയാബീൻ ഒന്ന് പൊരിച്ചെടുക്കാം. 2 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായി ഒന്ന് പൊരിച്ചെടുക്കണേ. ഇനി നമുക്ക് അടുത്തത് മക്രോണി ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. അതിനാവശ്യമായത് മക്രോണിയിൽ അല്പം വെള്ളവും ഉപ്പും പിന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചിട്ട് മാറ്റി വെക്കാം. അടുത്തത് ഒരു പാനിൽ നമുക്ക് അതിനുള്ള മസാല റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയും പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം കേട്ടോ. അതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഉപ്പ്, ഗരം മസാല, ചിക്കൻ മസാല എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ല മിക്സ് ചെയ്യണേ. അതിനുശേഷം നമ്മൾ പൊരിച്ചെടുത്ത് സോയാബീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് വേവിച്ച് വെച്ച മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊക്കെ കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അതിന് മേലെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ യൂസ് ചെയ്യാം. ഇന്ത്യയിൽ മല്ലിയില ഇല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഓക്കെ, ബായ്.